ഓയിൽ തുടങ്ങുന്ന ഒട്ടുമിക്ക വാക്കുകളും നമുക്ക് സന്തോഷം തരുന്നതായിരിക്കും അല്ലേ? ഓണം, ഓർമ്മ, ഓസ്കാർ, ഓർണമെന്റ്സ്, കാർത്തി, ഓസിയടി, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്നിങ്ങനെ. അതിലും ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നൊന്നര സന്തോഷം തന്നെയാണല്ലേ? എന്റെ കുട്ടിക്കാലത്തൊക്കെ ബന്ധുക്കളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന ആകെ ഒരു ഒറ്റ ദിവസം ഈ ഓണം തന്നെയാണ്. എത്ര ബന്ധുക്കൾ വന്നു എന്നുള്ള കണക്കറിയണമെങ്കിൽ അമ്മൂമ്മ കിട്ടിയ സെറ്റും മുണ്ടും എണ്ണി നോക്കിയാൽ മാത്രം മതി. ഏതെങ്കിലും ഒരു ബന്ധുവിന് അക്കൊല്ലം വരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ഓണം വരെ അതുങ്ങൾ തുമ്മി മരിക്കും. അത് പേടിച്ച് മാത്രം എന്റെ രായം കൊച്ചിച്ചെ പട്ടായ ട്രിപ്പ് വരെ ക്യാൻസൽ ചെയ്ത് വന്നിട്ടുണ്ട്. 2 അലമാര നിറയെ കസവ് മുണ്ടിങ്ങനെ അടുക്കി വെച്ചിട്ട് തിരുവോണത്തിന്റെ അന്ന് പോലും ഒറ്റ കൈലിയിലും ബ്ലൗസിലും നിൽക്കണ ഓമന അമ്മുമ്മേ, ഞാൻ ആദ്യമായിട്ട് ബുർജ് ഖലീഫ കണ്ട കൊച്ചിനെ പോലെ വായും പൊളന്ന് നോക്കി നിന്നിട്ടുണ്ട്. നമ്മളെയൊക്കെ ഓണക്കോടി കണ്ട ദൈവം പോലും സഹിക്കൂല. ഈ പപ്പടം കുത്തിക്ക് റിബണ് ചുറ്റുപോലെ ഒരെണ്ണ എനിക്കും, ബെലിക്കാക്ക നെയ്മറിന്റെ ജേഴ്സി ഇട്ട പോലെ ഒരെണ്ണ എന്റെ ചേട്ടൻ. ഇതൊക്കെ ഇട്ട് ഒരുക്കിയിട്ട് അമ്മയുടെ വക ഒരു ആക്ഷൻ ഉണ്ട്. ഓഹ്, എന്റെ മക്കളെ കണ്ട ഇപ്പൊ ആരെങ്കിലും കണ്ണ് വയ്ക്കുമെന്ന് എന്റെ ചെവിളയിൽ ഓരോ കറുത്ത കുത്തു അടിച്ചു വിട്ടേരും. സത്യം പറഞ്ഞോണ്ടല്ലോ സീമ ചേച്ചി, അതൊക്കെ ഇട്ട് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ചരലുവാരി എറിയാൻ തോന്നും. ഇതാണ് പറയണേ, അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണസദ്യ തന്നെയാണല്ലേ? ഓണസദ്യയിൽ ആരെയും കൈവയ്ക്കാൻ ഓമനമ്മ താമസിക്കൂല. ഓണത്തിന്റെ അന്ന് ഒരു 5-6 പൂക്കുറ്റി ഒരുമിച്ച് കത്തിച്ചോല്ലോ ഞങ്ങളുടെ അടുക്കള നിന്നങ്ങ് കത്തും. എല്ലാം കഴിഞ്ഞിട്ട് ഒരു പിച്ചാത്തി എടുത്തോണ്ട് നേരെ പാക്കരമാമന്റെ വിളയിലോട്ട് ചാടും. എന്തിന്? ഇല മുറിക്കേ. അതെ മഞ്ജുച്ചി, ഇനി എത്രയൊക്കെ ചെലവാക്കി സദ്യ വെച്ചാലും എത്ര കൂട്ടം പായസം വെച്ചാലും കണ്ടവന്റെ പറമ്പിൽ നിന്ന് മോട്ട് ചിലയിൽ സദ്യ അയച്ചില്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് എന്തോ പോലെയാണ് അല്ലേ? ഇപ്പോഴും ഓർമ്മയിലുള്ള ഒരു ഓണസദ്യ ഉണ്ട്. കറികളെല്ലാം ഒരുക്കി 3 കൂട്ടം പായസം വെച്ച് അത് കഴിഞ്ഞപ്പോഴാണ് ചോറ് വയ്ക്കാൻ മറന്ന കാര്യം അമ്മൂമ്മ ഓർത്തത്. അമ്മായിയമ്മയ്ക്ക് പിന്നെ അടുപ്പിലാവാമല്ലോ മേനെ ചേച്ചി, എന്റെ അമ്മയായിരുന്നെങ്കിൽ കാണായിരുന്നു. പിന്നെ എന്താ നമ്മൾ എളുപ്പം വേവണ പൊന്നിയരിയില്ലേ, അതെടുത്ത് കുക്കറിലിട്ട് 4 വിസിൽ തുറന്നു നോക്കിയപ്പം ഇതിൽ പായസം ഏത് ചോറ് ഏതെന്ന് മനസ്സിലാവണില്ല. ഇതിൽ അണ്ടിപ്പരിപ്പുള്ളോണ്ട് മാത്രം ഇത് ചോറാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് കറികളെല്ലാം വിളമ്പി ചോറ് ഇലയിലോട്ട് ഒഴിച്ചു കൊടുത്തപ്പം അപ്പൂപ്പ അമ്മമ്മ ഒരു നോട്ടം നോക്കി. ഉടനെ അമ്മമ്മ, എന്തൊരു ചെറിയണത്, സ്വപ്പ കൊഴിഞ്ഞുപോയി, അത്രയല്ലേ ഉള്ളൂ, ചവയ്ക്ക എളുപ്പമുണ്ടല്ലോ, തിന്നോന്ന്. ഇത് കേട്ടത് ഉടുത്തിരുന്ന രാംരാജ് ഉരിഞ്ഞ് തലയെ കെട്ടിക്കൊണ്ട് നമ്മളെ സ്വാമപ്പൂപ്പ 4 വർത്താനം പറഞ്ഞു. സാബുച്ചേട്ടാ, നല്ലൊരു ഓണമായിട്ട് ഇത്രയും പൊളിച്ച തെറി ഞാൻ വേറെ കേട്ടിട്ടില്ല. സദ്യ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേർ സെറ്റെല്ലാം കൂടെ അത്തപ്പൂക്കള മത്സരം കാണാൻ ഒരു പോക്കുണ്ട്. മുടവുമുള്ളത് 1.5 മത്സരമാണ്. തിരുവോണത്തിന്റെ തലേന്ന് ഒരു പറ്റ നേരെ തമിഴ്നാട്ടിലുള്ള തോവാളയിലേക്ക് വെച്ചുവിടും. അവിടുത്തെ പ്ലാസ്റ്റിക് പൂവടക്കം തിരുവനന്തപുരത്ത് എത്തിക്കും. മുടവുമോളിന്റെ ഓരോ മുടുക്കിലും അത്തപ്പൂക്കള മത്സരമാണ്. ഒടുക്ക മാവേലി വന്ന് കണ്ട് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയും. അത് കഴിയണതും ബാക്കി ടീം എല്ലാം കൂടെ ചേർന്ന് മാവേലി അടിച്ചു പരത്തി ചാക്കി കെട്ട്. നമ്മുടെ സ്ഥിരം മാവേലി എന്ന് പറയുന്നത് ജംഗ്ഷനിൽ തട്ടുകട ഇട്ടിരിക്കുന്ന ഗുണ്ട് ഗോപിയാമനാണേ. അങ്ങേര് പ്രൈസ് പറയാൻ വേണ്ടി മൈക്ക് കയ്യിൽ എടുക്കണത് അങ്ങേര് അളിയൻ ചുറ്റിക്കോണ വളവിൽ പെട്ടിയോട്ടം സ്റ്റാർട്ട് ചെയ്തിടും. പ്രൈസ് പറഞ്ഞ് തീരണത് മൈക്കെടുത്ത് എറിഞ്ഞിട്ട് അങ്ങേര് പൂത്തുമ്പി കൊറള മമ്മിയെ പോലെ പറന്ന് ഓട്ടോയിൽ കയറും. പിന്നെ 7-ന്റെ അന്നേ തിരുവനന്തപുരത്തോലും അങ്ങേര് കാലുകുത്തോളും. തിരുവോണത്തിന്റെ അന്ന് വൈകിട്ട് തുമ്പി തുള്ളലുണ്ട്. തുമ്പി ഒന്ന് അറിഞ്ഞു തുള്ളി വരുമ്പോ നമ്മളെ പൂയിക്കുന്ന ആശാന്റെ ഗർഭം കലക്കി പൊട്ടണതുപോലെ നമ്മളെ ലീലാമിര വക ഒറ്റ കൊരവ തുള്ളിക്കൊണ്ടിരുന്ന തുമ്പി നിന്ന് മുള്ളി. അപ്പ തെറിച്ചുപോയ തുമ്പിയെ പിന്നെ ചെങ്കച്ചുള്ളയെന്ന് ഫയർഫോഴ്സ് വന്നാണ് പൊട്ടക്കണറ്റിന്ന് എടുത്ത് കരക്കിട്ടത്. 3-4 ഓണത്തിനെന്ന് നമ്മുടെ ചിപ്പിലി പൗരസഭ നടത്തുന്ന ഓണാഘോഷ പരിപാടികളുണ്ട്. കുട്ടികളെ മത്സരവും അതിൽ തോറ്റ കുട്ടികൾ അമ്മമാരുടെ അപ്പീലും കൂടെ ഒരു സൈഡിൽ നടക്കുമ്പോൾ മുളക് തീറ്റ മത്സരത്തില് എല്ലാവർക്കും പച്ചമുളക് കൊടുത്തപ്പോൾ എന്റെ മോന് മാത്രം ചെവലമുളക് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് സുശീലാമി അതിന്റെ നടുക്ക് നടിയുണ്ടാക്കിക്കൊണ്ടിരിക്കും. കുപ്പിയിൽ വെള്ളം നിറയ്ക്കണ മത്സരത്തില് ഏറ്റവും കൂടുതൽ ഓടിയതും വെള്ളം നിറച്ചതും എന്റെ മോളാണെന്നും പറഞ്ഞ് ചിഞ്ചുവിന്റെ അമ്മ അടിയുണ്ടാക്കി. ജഡ്ജസ് വന്ന് നോക്കിയപ്പം ഈ കിടന്നുള്ളി പെണ്ണ് ഓടി ഓടി നിറച്ചോണ്ടിരുന്ന തൊട്ടപ്പുറത്തുന്ന ശ്രീകുട്ടിയുടെ കുപ്പിയിൽ. പിന്നെ എങ്ങനെ അവർക്ക് പ്രൈസ് കൊടുക്കും? ഇതെല്ലാം കഴിയുമ്പോൾ അതെല്ലാം ഒരു സൈഡിൽ നടക്കും. ഇപ്പുറ സൈഡില് വലിയവർക്കുള്ള കമുകിക്കയറ്റം, ചാക്ക് ചാട്ടം, നമ്മുടെ നീന്തൽ മത്സരം, തലയോണടി, ഈ വക മത്സരങ്ങളൊക്കെ നടക്കുകയാണ്. ചാക്ക് ചാട്ടം മത്സരത്തിനൊക്കെ എന്റെ വിതുരയിലെ പൊടിച്ചു കുഞ്ഞമ്മ ചേരണത് ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. അതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 കൊല കപ്പപ്പഴമാണ്. ചാക്ക് ചാടി ഫസ്റ്റ് അടിച്ച് ആ 1 കൊല പഴം ചിറ്റപ്പെട്ടിക്കണ മുറുക്കാൻ കടയെ കൊണ്ടുപോയി തൂക്കാതെ കുഞ്ഞമ്മയ്ക്ക് പിന്നെ ഉറക്കം ഉണ്ടാവൂല. തലയോണടിയില് എപ്പോഴും ജയിക്കണ കാള മധു അമ്മനെ ഒറ്റ അടിക്കാണ് നാഗമ്മാമി അടിച്ചെടുത്ത് കാവടിക്കടവിലേക്ക് ഇട്ടത്. വീണടം വിഷ്ണു ലോകം എന്നും പറഞ്ഞുകൊണ്ട് ആ ചീങ്ങണ്ണി പെറ്റവൈ ആ 6 നീന്തി കടന്ന് നീന്തൽ മത്സരത്തിന് ഫസ്റ്റ് പ്രൈസും കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം കഴിയുമ്പോൾ കമുകിക്കേറ്റ മത്സരം. അതിൽ പങ്കെടുക്കാൻ വേണ്ടി കൂയച്ചക്കയ്ക്ക് ഗർഭം വന്ന പോലത്തെ വയറും വെച്ചുകൊണ്ട് നമ്മളെ ഡീസന്റ് കുക്കിന്ന് അനിയാമം വരുമ്പോ അങ്ങേരുടെ ഭാര്യ ഗീതമാമി പുറകെ കാറി വിളിച്ചുകൊണ്ട് വരും. മാമൻ തിരിഞ്ഞു നോക്കൂല. മാമൻ അറിയാം മാമിയുടെ ഓടപ്പറന്നാനും ഉണ്ട് ഇതിൽ മത്സരിക്കാൻ.
തിരിഞ്ഞു നോക്കി മാമന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞിട്ട് അങ്ങേരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. തീരെ നിവർത്തിയില്ലാതെ ആകുമ്പം ഗീതമാമി അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കണ ജോയി അവന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് ഒരു അലർച്ചയുണ്ട്. ഓണക്കോടിയുടെ കൂടെ ഞാൻ മാഞ്ചു വെച്ചിരിക്കണം അണ്ടർവെയറും കൂടെ ഇട്ടോണ്ട് കയറി മനുഷ്യ കവുങ്ങില് താഴെ പിള്ളേരും അമ്മച്ചിമാരും ഒക്കെ ഉള്ളതാണെന്ന്. ഇതിലൊന്നും മാമങ്കൂസുമില്ല. ദുവക്കടി ബനിയ ഇട്ടോലത്തെ ആ മനുഷ്യൻ തേവാങ്ക് തെങ്ങി കയറിയല്ലോ ഒറ്റ കയറ്റമാണ്. കയറിയതേ കയറി ആ പേത്തലയെ സമ്മാനത്തുകയായി 5001 രൂപ അവിടെ വെച്ചിട്ട് അതിന്റെ കൂടെയുള്ള കൂറ പൈൻ്റ് ഉപ്പിയും കൊണ്ട് താഴെ വരും. ചോദിച്ചപ്പോ പറയാണ് ഓണം ആയതുകൊണ്ട് സാധനം കിട്ടായില്ലെന്ന്. ഏവനടാ ഇവൻ. അറ്റ് ലാസ്റ്റ് ഉറിയടി മത്സരം. അതിന് പങ്കെടുക്കാൻ പറഞ്ഞതെല്ലാം പാമ്പുകൾ. മൊടോമോൾ ജംഗ്ഷനിൽ ആൽമരത്തി കെട്ടിക്കണ ഉറി ഈ മാലക്കണ്ണന്മാര് കുഞ്ചാല മൂട്ടിലുള്ള അയണീരെ മൂട്ടിച്ചെന്ന് നടിച്ചോണ്ടിരിക്കും. അവസാനം അടിച്ച് ഓണത്തല്ലാവും. ഒടുക്കം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ SI വന്ന് മകുടി ഊതിയാണ് ഓരോന്നിനായിട്ട് ചാക്കി കയറ്റിക്കൊണ്ട് പോകുന്നത്. അതും കഴിഞ്ഞ് അപ്പുട്ടാശാന്റെ വക തിരുമ്മലും കഷായവും കൂടെ കഴിയുമ്പം ഞങ്ങളുടെ ഒരു കൊല്ലത്തെ ഓണം ഗുദാഗവ. പിന്നെ അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇതിന്റെ പകരം തീർക്കണ്ടേ? ഇക്കൊല്ലം ഉണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ എല്ലാരും എന്റെ കൂടെ ഒടോമുള്ളവരൊന്നും വന്നാ മതി കേട്ടാ. പിന്നെ നസീർക്ക കമുകിക്കേറ്റ മത്സരത്തിനേറ്റ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓണക്കോടി ഇട്ടോണ്ടേ വരാവൂ. ഇല്ലെങ്കിൽ ഗീതമാമി കാറ് വിളിച്ചോ അല്ലെ മോളമ്മ ചേച്ചി മൈക്ക് എടുത്ത് വെച്ച് അനൗൺസ് ചെയ്യേണ്ടി വരും. ഒടുക്കം പിന്നെ വിദ്യ പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. പിന്നെ മേന ചേച്ചി കീർത്തിക്ക് ഒരു ഹാപ്പി ഓണം പറഞ്ഞേക്കണേ. ഇപ്പൊ കിട്ടിയ അവസരം മുതലാക്കിയെന്നേ ഉള്ളൂ.